വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ PSC മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആ ഒരു മത്സര പരീക്ഷാ ഭാഗത്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹിസ്റ്ററി ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. PSCയുടെ മുൻവർഷ ചോദ്യങ്ങളും ചില പ്രധാനപ്പെട്ട മാതൃകാ ചോദ്യങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് ഫാക്ട്സ് അതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി ഭാഗത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ, പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മളിങ്ങനെ പഠിച്ച് പോകാൻ പോവുകയാണ്. നിങ്ങളും എന്നോടൊപ്പം തന്നെ ഈ ഒരു സെഷനിൽ ആൻസർ ചെയ്തു പോവുക. ഇതൊരു റെക്കോർഡഡ് സെഷനാണ് എങ്കിൽ പോലും നിങ്ങളൊരു ലൈവ് ക്ലാസ് കാണുന്ന അതേ രീതിയിൽ തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി പോവുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഞാൻ അൽഹിജാസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം അത് കേരള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ കേരള ഹിസ്റ്ററി ഭാഗത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ലിറ്ററേച്ചർ ഭാഗത്തായിട്ട് പ്രധാനമായിട്ടും ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഹിസ്റ്ററി ഭാഗത്ത് പഠിക്കുന്നതാണ്. അവിടെ നിന്നുമുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നിങ്ങൾക്ക് മുൻപിൽ ആദ്യം അവതരിപ്പിക്കുന്നത്. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. പ്രസ്താവനകൾ ഓരോന്നായിട്ട് വായിച്ചു പോകാം. നിങ്ങൾ ആ ഒരു പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായത് എന്ന് കണ്ടെത്തി മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്തുകൊള്ളുക. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് 1915, 2 കല്ലുമാല സമരം നടത്തിയത് 1893, 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. 4 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഇതിലേതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നതാണ് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓരോ പ്രസ്താവന വീതം നോക്കി പോകാം. ഒന്നാമത്തെ പ്രസ്താവന, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തി. ശരിയാണോ? ശരിയാണ്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും രാജകീയമായിട്ടുള്ള പാതകളിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് നടക്കുവാനോ സഞ്ചരിക്കുവാനോ അവകാശമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയ്യങ്കാളി ആ ഒരു പ്രവണതയ്ക്കെതിരെ ഒരു വില്ലുവണ്ടി സമരം നടത്തി. വെങ്ങാനൂരിൽ നിന്നും അദ്ദേഹം ഒരു വില്ലുവണ്ടി വാടകയ്ക്കെടുത്തിട്ട് സവർണ ജാതിക്കാരനെ പോലെ വേഷമിട്ടുകൊണ്ട് അദ്ദേഹം രാജപാതയിലേക്ക്, കവടിയാറിലേക്ക് അദ്ദേഹം ആ വില്ലുവണ്ടിയിലേക്ക് യാത്ര നടത്തി. ആ യാത്ര നടത്തിയ വേളയിൽ തന്നെ എതിർക്കാൻ വന്ന സവർണ വിഭാഗക്കാരെ അദ്ദേഹം ആക്രമിക്കുകയും അവരെ ആക്രമിച്ചുകൊണ്ട് നേരിട്ട് ആ ഒരു വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അപ്പോൾ വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. പക്ഷേ അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് 1915 മറിച്ച് എന്നാണ് എന്ന് എന്നെ കാണുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, നിങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് 1893 എന്നാണ്, 1893. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ ബമ്പർ ലോട്ടറി ഇറക്കും. അതാണ് എലിമിനേഷൻ മെത്തേഡ്. അതായത് നമുക്കൊരു പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് കണ്ടാൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളിൽ നമുക്ക് ആ ഒരു പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കിയതിൽ നിന്നും ഓപ്ഷനുകൾ എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഇവിടെ നമുക്ക് മനസ്സിലായി ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് എന്ന്. ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവന. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഒരു എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 1 വന്നിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും നമ്മൾ വെട്ടിക്കളഞ്ഞു. നമുക്കിനി വേറെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണ്ട. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമുക്ക് ഉത്തരം കിട്ടി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ മക്കളെ, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക.
ഉത്തരം ഇവിടെ ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരി. അതായത് 1937 വെങ്ങാനൂരിലെത്തി അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ചു. ആ ഒരു വേളയിൽ ഗാന്ധിജി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ഒരു വിശേഷണമായിരുന്നു പുലയ രാജാവ്, പുലയരുടെ രാജാവ്. അത് ശരിയാണ്. ദെൻ 4മത്തെ പ്രസ്താവനയോ? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ശരിയാണോ? ശരിയാണ്. SNDPയുടെ മാതൃകയിൽ, ശ്രീനാരായണ ഗുരു ആരംഭിച്ച SNDPയുടെ മാതൃകയിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതും അയ്യങ്കാളി തന്നെയാണ്. 4മത്തെ പ്രസ്താവനയും ശരിയാണ്. എങ്കിൽ 2മത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റി എന്ന് ചോദിച്ചാൽ, അയ്യങ്കാളി നടത്തിയത് തന്നെയാണ് കല്ലുമാല സമരം. എന്നാൽ കല്ലുമാല സമരം അയ്യങ്കാളി നടത്തിയത് 1893 മറിച്ച് 1915. അപ്പം എന്നാണ് അയ്യങ്കാളി കല്ലുമാല സമരം നടത്തിയത് എന്ന് ചോദിച്ചാൽ അത് 1915, 1893. ഇവിടെ അയ്യങ്കാളിയെ പറ്റി പറയുമ്പോൾ 1915 കാലയളവിൽ തന്നെ അദ്ദേഹം നേതൃത്വം നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രഗിൾ കൂടി ഓർത്തുവെക്കണം. ഊരൂട്ടമ്പലം ലഹള ഓർത്തുവെക്കണം. അയ്യങ്കാളി നേതൃത്വം നൽകിയതാണ് ഊരൂട്ടമ്പലം ലഹള എന്ന് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ കല്ലുമാല സമരത്തിൻ്റെ മറ്റൊരു പേര് പെരിനാട് ലഹള. കല്ലുമാല സമരത്തിൻ്റെ മറ്റൊരു പേര്, കല്ലുമാല സമരത്തിൻ്റെ പ്രധാനപ്പെട്ട വേദി അത് കൊല്ലം ജില്ലയിലെ പെരിനാട് കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കല്ലുമാല സമരത്തെ പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. സോ ഈ കാര്യങ്ങൾ കൂടി അവിടെ മനസ്സിലാക്കി പഠിച്ചു വെച്ചുകൊള്ളണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടി ഓപ്ഷൻ ബി. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരള ഹിസ്റ്ററിയിൽ നിന്നുമുള്ള അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്യോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആര് എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങൾ രേഖപ്പെടുത്തി കാണും. അതുകൊണ്ട് ഒട്ടും താമസമില്ലാതെ ഞാൻ പറയട്ടെ, ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പഴശ്ശിരാജ. നമുക്കറിയാം മലബാർ മേഖലയിലെ കോട്ടയം രാജവംശത്തിന് കീഴിലെ പടിഞ്ഞാറേ കോവിലകത്തെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു പഴശ്ശിരാജ, കേരളവർമ്മ പഴശ്ശിരാജ. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചിരുന്നത് പൈച്ചി രാജ എന്നായിരുന്നു. സോ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയുടെ പേര് പൈച്ചി രാജ എന്നായിരുന്നു. അതേപോലെ തന്നെ കോട്ടയം രാജാവ് എന്ന രീതിയിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ പേര് കൊട്യോട്ട് രാജ എന്നും രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്യോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? അത് പഴശ്ശിരാജയാണ്. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, പഴശ്ശിരാജ എന്നുള്ളതാണ്. നോട്ട് ചെയ്തു വെക്കണം. അപ്പോൾ ഈ ഒരു പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ 2 പ്രധാനപ്പെട്ട പോരാട്ടങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ആ 2 പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാൻ വളരെ സിമ്പിളാണ് അല്ലേ? ഒന്ന്, 1-ാം പഴശ്ശി വിപ്ലവം, 2 രണ്ടാം പഴശ്ശി വിപ്ലവം. എന്ത് ഭംഗിയാണല്ലേ, അല്ലെങ്കിൽ എന്ത് ഉപകാരമാണല്ലേ 1ഉം 2ഉം വിപ്ലവം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് അങ്ങോട്ട് ഓർത്തു വെക്കാം. അപ്പോൾ 1-ാം പഴശ്ശി വിപ്ലവം, 2-ാം പഴശ്ശി വിപ്ലവം, അതിൻ്റെ കാലഘട്ടം കൂടി നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. 1793 to 97 ആയിരുന്നു 1-ാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം. ദെൻ 1800 to 1805 ഇതായിരുന്നു 2-ാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം. ഈ കാലഘട്ടം കൂടി നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഇതിൽ 1-ാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം അത് പുരളിമലയായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ 1-ാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എവിടെയാണ്? പുരളിമല. അതുകൊണ്ട് തന്നെ പുരളിശമ്മാൻ എന്ന ഒരു പേരും പഴശ്ശിരാജയ്ക്കുണ്ടായിരുന്നു എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. പുരളിശമ്മാൻ എന്ന ഒരു പേരും പഴശ്ശിരാജയ്ക്കുണ്ടായിരുന്നു എന്ന കാര്യം കൂടി നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കണം. സോ ഇതാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനിയും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെയും പഴശ്ശി യുദ്ധങ്ങളെ പറ്റിയിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്.
താഴെ പറയുന്നവരിൽ ആരൊക്കെയാണ് പഴശ്ശിരാജയെ ആ ഒരു പഴശ്ശി വിപ്ലവത്തിനായിട്ട് സഹായിച്ചവർ? ഇതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ആളുകളുടെ പേരുണ്ട്. ചെമ്പൻ പോക്കർ, പാലിയത്തച്ഛൻ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ. ഇവരിൽ ആരാണ് ഒളിപ്പോര് നടത്തുവാനായിട്ട് പഴശ്ശിരാജയെ സഹായിച്ചത് എന്നുള്ളതാണ് ചോദ്യം. സോ ചെമ്പൻ പോക്കർ, നമുക്ക് ഓരോരുത്തരെ ആയിട്ട് നോക്കി പോകാം. ചെമ്പൻ പോക്കർ ശരിയാണ്. നമ്മുടെ SSCRT പാഠപുസ്തകത്തിൽ പ്രധാനമായിട്ടും പേര് നൽകിയിട്ടുള്ളവരുടെ കൂട്ടത്തിൽ പഴശ്ശി വിപ്ലവങ്ങളിൽ പഴശ്ശിരാജയെ സഹായിച്ച പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ചെമ്പൻ പോക്കർ. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന അല്ലെങ്കിൽ ഒന്നാമത്തെ ആ വ്യക്തിയുടെ പേര് ശരിയാണ്. നമുക്കിവിടെ എലിമിനേഷൻ പറ്റില്ല, കാരണം എല്ലാ ഓപ്ഷനിലും 1 എന്ന് പറയുന്നത് ശരിയാണ്. ഇനിയും 2 നോക്കിക്കേ, പാലിയത്തച്ഛൻ. സോ പാലിയത്തച്ഛൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരള ചരിത്രത്തിൽ തന്നെ നമ്മൾ പരാമർശിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് പാലിയത്തച്ഛൻ. സോ ആരാണ് പാലിയത്തച്ഛൻ എന്ന് ചോദിച്ചാൽ, കൊച്ചി രാജ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു, ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, അല്ലെങ്കിൽ കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയുടെ ടൈറ്റിലായിരുന്നു പാലിയത്തച്ഛൻ എന്ന് പറയപ്പെടുന്നത്. കൊച്ചി രാജ്യത്തെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ കൊച്ചി രാജ്യത്ത് രാജഭരണം നിലനിന്ന കാലയളവിൽ എന്ന് ഓർത്തു വെക്കണം. അതായത് കൊച്ചി രാജ്യത്തെ ഒരു ആചാരം, അന്നത്തെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ നിയോഗിച്ചിരുന്നത് പാലിയം തറവാട്ടിൽ നിന്നുമായിരുന്നു. പാലിയം തറവാട്ടിലെ മൂത്ത കാരണവരായിരുന്നു കൊച്ചി രാജ്യത്തെ മന്ത്രിസ്ഥാനത്തേക്ക് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനത്ത് വരുന്ന വ്യക്തിയുടെ സ്ഥാനപ്പേര് പാലിയത്തച്ഛൻ എന്നാണ്. പാലിയത്തച്ഛൻ, നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് പാലിയത്തച്ഛന്മാരുടെ പേര് പറഞ്ഞു പഠിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഈ പാലിയത്തച്ഛൻ, കൊച്ചി രാജ്യത്തുള്ള പാലിയത്തച്ഛന് പ്രധാനമായിട്ടും യാതൊരു വിധത്തിലും ഇവിടെ കണക്ഷൻ ഇല്ല എന്ന രീതിയിൽ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം. കൊച്ചി രാജ്യത്ത് വരുന്ന പാലിയത്തച്ഛന് ഇവിടെ കണക്ഷൻ ഇല്ല, അതായത് പഴശ്ശി രാജാവുമായിട്ട് പഴശ്ശിരാജയുടെ യുദ്ധങ്ങളിൽ കണക്ഷൻ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് രണ്ടാമത്തെ വ്യക്തി പഴശ്ശി യുദ്ധങ്ങളിൽ സഹായിച്ചിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ തുറുപ്പ് ചീട്ടെടുക്കാം അല്ലേ? അപ്പോൾ ഏതാണ് 2 എന്നുള്ളത്? നമ്മൾ വരുന്ന എല്ലാ ഓപ്ഷനുകളും എലിമിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഉത്തരം കിട്ടി, നമ്മൾ സെറ്റായി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. നമ്മളിതാ ബാക്കി 2 പേരുടെ പേര് നോക്കിയില്ല, എന്നിട്ട് നമുക്ക് ഉത്തരം കിട്ടി. ഇതാണ് മക്കളെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളുടെ ബെനഫിറ്റ്. നന്നായിട്ട് പഠിച്ചിട്ട് പോയ ഒരാൾക്ക് സ്കോറിങ് എളുപ്പമാക്കാൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ സഹായകമാകും. പക്ഷേ എസ്സേ ടൈപ്പ് രീതിയിൽ നീണ്ട ചോദ്യങ്ങൾ വന്നാൽ ആരായാലും ഒന്ന് പെട്ടുപോകും അല്ലേ? സോ ഇനിയും നമുക്ക് ബാക്കിയുള്ളവരുടെ പേര് നോക്കിയേ. കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വീണ്ടും ആളുകളുണ്ട്. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, തലക്കൽ ചന്തു. അതേപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് അത്തൻ ഗുരുക്കൾ. അപ്പോൾ അവരുടെ പേരുകൾ കൂടി നോട്ട് ചെയ്ത് വെക്കണം. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, ദെൻ അത്തൻ ഗുരുക്കൾ, ദെൻ തലക്കൽ ചന്തു. ഈ തലക്കൽ ചന്തു ഏതു വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു എന്നതുകൂടി നമ്മൾ അറിഞ്ഞു വെക്കണം. തലക്കൽ ചന്തു എന്ന് പറയപ്പെടുന്ന വ്യക്തി, അദ്ദേഹം കുറിച്യ വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു. ആരുടെ നേതാവാണ്? കുറിച്യ വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു. പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജാവ് സ്വീകരിച്ച പോളിസിയായിരുന്നു പ്രധാനമായിട്ടും ഗൊറില്ല വാർഫെയർ. എന്താണ് ഗൊറില്ല വാർഫെയർ? ഗൊറില്ല വാർഫെയർ എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒളിപ്പോര്. എന്താണ് ഒളിപ്പോര്? ആ ഒളിപ്പോര് തന്ത്രത്തിൽ പഴശ്ശിരാജയെ ഏറ്റവും കൂടുതൽ സഹായിച്ച വിഭാഗമാണ് കുറിച്യ വിഭാഗം. അവരുടെ നേതാവായിരുന്നു തലക്കൽ ചന്തു. അപ്പോൾ ഇവരുടെ പേരുകൾ കൂടി അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മൾ ആ ഭാഗം കൂടി നോക്കി നമ്മൾ സെറ്റായി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? ഹണ്ടർ കമ്മീഷൻ, ലോഗൻ കമ്മീഷൻ, ശ്രീകൃഷ്ണ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ഇവയിൽ ഏതാണ് കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടത്, മാപ്പിള ലഹളകളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടത്? അത് ലോഗൻ കമ്മീഷനാണ്. ഏതാണ് ഉത്തരം വരുന്നത്? അത് ഓപ്ഷൻ സി ആണ്, ലോഗൻ കമ്മീഷൻ. നമുക്കറിയാം
പ്രധാനമായിട്ടും മലബാർ മേഖലയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ 1800 ആദ്യ കാലഘട്ടങ്ങളിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സ്ട്രഗിളായിരുന്നു മാപ്പിള കലാപങ്ങൾ. ഈ മാപ്പിള കലാപങ്ങൾ, മാപ്പിള ലഹളകൾ എന്നൊക്കെ പറയും. ആ മാപ്പിള ലഹളകൾ എന്തുകൊണ്ട് ആ പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലഘട്ടത്തിൽ ജന്മിമാർക്കെതിരെ നടന്ന ഒരു സ്ട്രഗിളായിരുന്നു മാപ്പിള ലഹളകൾ. ആ മാപ്പിള ലഹളകൾക്ക് നേതൃത്വം നൽകിയത് അന്നത്തെ കാലഘട്ടത്തിൽ ജന്മിമാരുടെ കൃഷിഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്ന കർഷകരായിരുന്നു. മലബാർ മേഖലയിൽ അത്തരത്തിൽ കൂടുതൽ കർഷകർ മാപ്പിള വിഭാഗത്തിൽ നിന്നായിരുന്നു. മലബാറിലെ മുസ്ലിം വിഭാഗമാണ് മാപ്പിളമാർ. ഇവരാണ് ഈ ഒരു ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് ഈ ഒരു ലഹളയെ മാപ്പിള ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ ഈ ഒരു ലഹളയെ പറ്റി അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ആദ്യം നിയോഗിച്ച കമ്മീഷൻ, അത് പ്രധാനമായിട്ടും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, T.L. സ്ട്രെയിഞ്ച് കമ്മീഷൻ ആയിരുന്നു. ആരാണ്? T.L. സ്ട്രെയിഞ്ച് കമ്മീഷൻ. പേര് പോലെ തന്നെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഈ ഒരു കമ്മീഷൻ സമർപ്പിച്ചത്. ഈ ഒരു കമ്മീഷൻ പറഞ്ഞു, മലബാറിൽ നടന്ന മാപ്പിള ലഹളകൾ അത് മതപരമായിട്ടുള്ള സംഘടനകളായിരുന്നുവെന്ന്. എന്നാൽ മലബാറിലെ മാപ്പിള കലാപങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് കൊണ്ടൊന്നും മലബാറിൽ നടന്ന മാപ്പിള ലഹളകളെ അടിച്ചമർത്തുവാനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുവാനോ സാധിച്ചില്ല. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ബ്രിട്ടീഷുകാർ അവിടെ ഒരു സ്പെഷ്യൽ കമ്മീഷണറായിട്ട് വില്യം ലോഗനെ നിശ്ചയിക്കുന്നത്. അങ്ങനെ വില്യം ലോഗൻ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. വില്യം ലോഗൻ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് അവിടെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞു, മലബാറിലെ മാപ്പിള കലാപങ്ങളുടെ അടിസ്ഥാന കാരണം അത് ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ് എന്ന്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കണം, മലബാറിലെ മാപ്പിള ലഹളകളുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കാരണം അത് ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടിയത് അത് വില്യം ലോഗനാണ്. അപ്പോൾ ഇവിടെ വില്യം ലോഗൻ കമ്മീഷൻ്റെ പേര് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനിയും വില്യം ലോഗൻ കമ്മീഷൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് മലബാറിലെ കുടിയാന്മാരുടെ ഡെവലപ്മെൻറ്റിനു വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്, മലബാർ ടെനൻസി റിഫോംസ് ആക്ട് എന്ന രീതിയിൽ. അതായത് മലബാറിലെ ഒരു ടെനൻസി റിഫോം ആക്ട് കൂടി അന്നത്തെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും ഈ വില്യം ലോഗനുമായി ബന്ധപ്പെട്ട് നമ്മൾ നോട്ട് ചെയ്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ബുക്കുണ്ട്, അദ്ദേഹം രചിച്ച ഒരു പ്രധാനപ്പെട്ട ബുക്ക്. ആ ഒരു ബുക്കിൻ്റെ പേര് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, മലബാർ മാനുവൽ. മലബാർ മാനുവൽ. സോ മലബാർ മാനുവൽ എന്ന കൃതി രചിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് വില്യം ലോഗനാണ്. ആ ഒരു പോയിന്റും കൂടി അവിടെ നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊള്ളുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ഇനിയും അടുത്ത ചോദ്യം പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. സോ ഈ ഒരു ചോദ്യം ഇവിടെ ഞാനൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിക്കൊള്ളുക. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതാണ് ചോദ്യം. 3 പ്രസ്താവനകൾ. 1, 1891 ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ. 2, 1896 ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ. 3, 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. നമുക്ക് ഓരോ പ്രസ്താവനയായിട്ട് നോക്കി പോകാം. 1, 1891 ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ. ശരിയാണോ? ഈഴവ മെമ്മോറിയൽ എന്ന് പറയപ്പെടുന്നത് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലാണ്. അതായത് ഈഴവ ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും കാര്യങ്ങളിൽ നീതി ലഭിക്കണം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജനസംഖ്യാനുപാതികമായി കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് തൊഴിൽ സംബന്ധമായിട്ടും അതേപോലെ വിദ്യാഭ്യാസപരമായിട്ടും അവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കണം എന്നതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു നിവേദനമാണ് ഈ ഒരു
ഈഴവ മെമ്മോറിയൽ എന്ന് പറയപ്പെടുന്നത്. ഈഴവ ജനവിഭാഗത്തിലെ ആളുകൾ നേതൃത്വം നൽകിക്കൊണ്ട് അതിൽ പ്രധാനമായിട്ടും ഡോക്ടർ പൽപ്പു നേതൃത്വം നൽകിയതാണ് ഈഴവ മെമ്മോറിയൽ. പക്ഷേ ഇവിടെ ഈഴവ മെമ്മോറിയലിൻ്റെ വർഷം, നൽകിയിരിക്കുന്ന വർഷം തെറ്റാണ്. കാരണം 1891 ഈഴവ മെമ്മോറിയൽ, മറിച്ച് 1896 ഈഴവ മെമ്മോറിയൽ. അപ്പോൾ 1896 ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിക്ക് എന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളിനാണ്. എന്നാൽ അവിടെ ഈഴവ ജനവിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായില്ല. സോ ഈഴവ മെമ്മോറിയൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ ഈഴവ ജനവിഭാഗങ്ങൾ ചേർന്ന് രണ്ടാമതൊരു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുകയുണ്ടായി. ഇതൊരു അനുബന്ധ വസ്തുത എന്ന രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. അതാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ. രണ്ടാം ഈഴവ മെമ്മോറിയൽ. വർഷം 1900. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചു. അത്തരത്തിൽ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ആ കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച വേളയിൽ കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. അന്ന് കഴ്സൺ പ്രഭു സ്വീകരിച്ച നിലപാട് ഇത് ഒരു നാട്ടുരാജ്യത്തിൻ്റെ ചെറിയ കാര്യമാണ്, പെറ്റി അഫയേഴ്സ് ആണ്, അല്ലെങ്കിൽ നാട്ടുരാജ്യത്തിൻ്റെ ഇൻറ്റേർണൽ കാര്യമാണ്, ഇതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന രീതിയിൽ ആ ഒരു ഈഴവ മെമ്മോറിയൽ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ ഈ കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ഉറപ്പായി, നമ്മുടെ ഒന്നാമത്തെ പ്രസ്താവന തെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പായി, എ ഓപ്ഷനും ഡി ഓപ്ഷനും ഇവിടെ തെറ്റാണ്. ഇനിയും നമുക്കൊരു കാര്യം കൂടി ഉറപ്പായി, ഒന്നെങ്കിൽ ഉത്തരം 2 മാത്രം, അല്ലെങ്കിൽ ഉത്തരം 3 മാത്രം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ. ശരിയാണോ? ശരിയാണ്. ബാരിസ്റ്റർ GP പിള്ള, KP ശങ്കരമേനോൻ, CV രാമൻപിള്ള ഇവരുടെ നേതൃത്വത്തിലാണ് പ്രധാനമായിട്ടും മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അതായത് തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അഭ്യസ്ത വിദ്യരായിട്ടുള്ള തിരുവിതാംകൂറുകാർക്ക് തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തൊഴിൽ അവസരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാളിന് തന്നെ സമർപ്പിക്കപ്പെട്ട നിവേദനമായിരുന്നു മലയാളി മെമ്മോറിയൽ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഇവിടെ നൽകിയിരിക്കുന്ന മലയാളി മെമ്മോറിയലിൻ്റെ വർഷം അത് തെറ്റാണ്. 1896 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രസ്താവനയും തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ നമ്മൾ നമ്മുടെ ഉത്തരത്തിലേക്കെത്തി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രം ശരി. അതായത് തിരുവിതാംകൂറിൽ നടന്ന നിവർത്തന പ്രക്ഷോഭം. എന്താണ് നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ്? അതായത് അന്നത്തെ കാലഘട്ടത്തിൽ സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ചേർന്നുകൊണ്ട് നടത്തിയ ഒരു സ്ട്രഗിളായിരുന്നു തിരുവിതാംകൂറിൽ അരങ്ങേറിയ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ കാര്യം നോട്ട് ചെയ്ത് വെക്കണം. തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടന അത് തിരുവിതാംകൂർ ജോയിൻ്റ് പൊളിറ്റിക്കൽ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയത്. ഇനിയും നിവർത്തന പ്രക്ഷോഭം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയറിൽ നമുക്ക് ചോദ്യം വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കണം. അതാണ് 1935 കോഴഞ്ചേരി പ്രസംഗം. 1935 പ്രധാനമായിട്ടും നിവർത്തന പ്രക്ഷോഭത്തോടനുബന്ധിച്ചുകൊണ്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവാണ് സി കേശവൻ എന്ന പോയിന്റും കൂടി നിങ്ങൾ ഇവിടെ ഒരു എക്സ്ട്രാ ഫാക്റ്റ് ആയിട്ട് അറിഞ്ഞു വെച്ചുകൊള്ളുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ അടുത്ത ചോദ്യം ഇതാണ്, പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷം എന്നുള്ളതാണ് ചോദ്യം. 1906, 1916, 1936, 1946.
എന്നാണ് പുന്നപ്ര വയലാർ സമരം അരങ്ങേറിയത്? അത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. പുന്നപ്ര വയലാർ സമരം അരങ്ങേറിയത് 1946 അതായത് ഇവിടെ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് അമേരിക്കൻ മോഡൽ ഭരണം. അമേരിക്കൻ മോഡൽ ഭരണം. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം കൊണ്ടുവന്ന അന്നത്തെ ദിവാനായിരുന്നു CP രാമസ്വാമി അയ്യർ. സർ CP രാമസ്വാമി അയ്യർ. സോ ഇദ്ദേഹം അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ കൊണ്ടുവന്നപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾ ഈ ഒരു അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ രംഗത്ത് വന്നു. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവർ പ്രതിഷേധ പരിപാടികൾ ഓർഗനൈസ് ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളുടെ ശക്തി കേന്ദ്രമായ ആലപ്പുഴ മേഖലയിലാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ആ ഒരു സമരം പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പുന്നപ്ര വയലാർ ഏരിയയാണ്. അവിടെ നടന്ന 2 സംഭവങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ ഒരു സമരത്തെ പുന്നപ്ര വയലാർ സമരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഈ ഒരു സമരം അരങ്ങേറിയത് 1946 ഇനിയും നമുക്ക് ചോദ്യം വരാം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം വരാം. അവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, അത് പ്രധാനമായിട്ടും പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ഇതാണ് അവിടെ വരുന്ന പോയിന്റ്. ഇനിയും അടുത്ത ചോദ്യം ഇതാണ്. ദ ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ഓഫ് 1936 വാസ് ബ്രോക്ക് ഔട്ട് അറ്റ്. അതായത് 1936 നടന്ന വിദ്യുച്ഛക്തി സമരം അല്ലെങ്കിൽ വൈദ്യുതി സമരം എവിടെയാണ് പ്രധാനമായിട്ടും പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെങ്കിൽ അരങ്ങേറിയത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷനുകൾ: കൊച്ചി, തൃശ്ശൂർ, പാലക്കാട്, കൊല്ലം. പ്രധാനമായിട്ടും ഒരു ഉദ്യോഗാർത്ഥി, നമ്മുടെ കേരള ചരിത്രമൊക്കെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചു പോകും, കൊച്ചിയിൽ നടന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ് ഈ വിദ്യുച്ഛക്തി സമരം. അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും ആ ഒരു പോയിന്റ് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഓപ്ഷൻ എ എന്ന് മാർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കൊച്ചി രാജ്യത്താണ്. പക്ഷേ അവിടെ സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലം പറയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പ്രധാനമായിട്ടും ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ്റെ ഒരു സ്പെസിഫിക് സ്ഥലം അത് ഓപ്ഷൻ ബി ആണ്, തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് ഈ ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ പ്രധാനമായിട്ടും അരങ്ങേറിയത്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ 1936 കാലഘട്ടത്തിലാണ്. അന്നത്തെ കാലഘട്ടത്തിൽ കൊച്ചിയിലെ ദിവാനായിരുന്ന വ്യക്തിയാണ് RK ഷൺമുഖം ചെട്ടി. RK ഷൺമുഖം ചെട്ടി. ഈ RK ഷൺമുഖം ചെട്ടിയാണ് പിൽക്കാലഘട്ടത്തിൽ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ധനകാര്യ വകുപ്പ് മന്ത്രിയായ വ്യക്തി. ഇദ്ദേഹം അതിനു മുൻപ് കൊച്ചി രാജ്യത്ത് ദിവാൻ സ്ഥാനം വഹിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം കൊച്ചി രാജ്യത്തെ ദിവാൻ സ്ഥാനം വഹിച്ച ആ ഒരു വേളയിൽ ഇദ്ദേഹം പ്രധാനമായിട്ടും തൃശ്ശൂർ നഗരത്തിൻ്റെ വൈദ്യുതി വിതരണത്തിനുള്ള അവകാശം ചാന്ദ്രി എന്ന സ്വകാര്യ കമ്പനിക്ക് നൽകി. ചില ടെക്സ്റ്റുകളിൽ ചന്ദ്രിക എന്നും കാണാം. അപ്പം 2 പേരും പഠിച്ചു വെച്ചു കൊള്ളുക, ചാന്ദ്രി അല്ലെങ്കിൽ ചന്ദ്രിക. സോ ഈ ഒരു സ്വകാര്യ കമ്പനിക്ക് കൈമാറി. സോ ഈ ഒരു വൈദ്യുതി വിതരണ അവകാശം സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിനെ അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾ വലിയ രീതിയിൽ എതിർക്കുകയും ആ ഒരു തീരുമാനത്തിനെതിരെ നടത്തിയ സമരമായിരുന്നു വിദ്യുച്ഛക്തി സമരം അല്ലെങ്കിൽ വൈദ്യുതി സമരം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് വൈദ്യുതി സമരം. ഇവിടെ വൈദ്യുതി സമരം എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അത് കൊച്ചി രാജ്യത്താണ്. കൊച്ചി രാജ്യത്ത് എവിടെ എന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂരാണ്. ഇനിയും ഇവിടെ വൈദ്യുതി സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിസൾട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. പ്രധാനമായിട്ടും തൃശ്ശൂർ മേഖലയിലെ ക്രിസ്ത്യൻ മതവിഭാഗക്കാരെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചത്, തൃശ്ശൂർ മേഖലയിലെ ക്രിസ്ത്യൻ സമുദായക്കാരെ കൂടുതലായിട്ട് ദേശീയ പ്രസ്ഥാനത്തിലേക്ക്
കൊണ്ടുവന്നത്, ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട ഇൻസിഡൻ്റ് ആയിരുന്നു ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ, 1936 വിദ്യുത് ശക്തി സമരം. അപ്പോൾ അതുകൂടി ഇവിടെ കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക. CR ഉണ്ണി, ഇഖണ്ഡ വാര്യർ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു 1936 ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം നൽകിയത് എന്ന പോയിന്റും കൂടി നമ്മൾ അവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. സോ ഇതാണ് പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ, ഇവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് അത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഹിസ്റ്ററി ഭാഗത്ത്, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്തെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്സിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്തത്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് മത്സര പരീക്ഷയിൽ, നമുക്കിനി വരുന്ന ആ ഒരു മത്സര പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഉപകാരപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ്, ഈ ഒരു സെഷൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.